ചക്ക ചീര അവിയലാണ് ഇന്ന് വയ്ക്കുന്നത്. ആദ്യം നമുക്ക് ചക്കക്കുരു മുരിങ്ങയ്ക്കും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് കുറച്ച് വേവ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മുരിങ്ങയ്ക്കാണ്, ഇതും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, 2-3 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ചക്കക്കുരു മുരിങ്ങയ്ക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് പടവലങ്ങ, വെള്ളരിക്ക, 4-5 പച്ചമുളക്, ചീരത്തണ്ടാണ് ഇത്. ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കഷ്ണത്തിലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കറിയിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. തേങ്ങയും ജീരകവും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ച അരപ്പാണിത്. ഈ അരപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ചക്ക അധികം വെന്തുടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആദ്യം ഇട്ട് കൊടുക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടെ ഇട്ട് കൊടുക്കും. കറിക്ക് പുളി ആവശ്യമുണ്ടെങ്കിൽ തൈരോ മാങ്ങയോ വാളൻപുളിയുടെ വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ വാളൻപുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചക്കയും ചക്കക്കുരുവും ചീരയും മുരിങ്ങയ്ക്കായും എല്ലാം കൂടെ നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നേരാകുമ്പം ഒന്നുകൂടെ ഇന്ന് ഇളക്കി ഉപയോഗിക്കാം. നല്ല ചൂട് ചോറിനകത്തേക്ക് ഈ അവിയലും കുറച്ച് മീൻ കറിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കഴിക്കുക.